ഒറ്റശേഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയാണെങ്കിൽ ചന്ദ്രമോഹനോട് പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയാകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലാതെ അവളുടെ ആയയാവാൻ വേണ്ടിയിട്ടല്ല. അവളുടെ ഒരു ഉമ്മയ്ക്ക് പകരമാവില്ല സാർ ഇപ്പോൾ ഈ കൊണ്ടുവച്ച 2,00,000 രൂപ. അതുകൊണ്ട് ദയവ് ചെയ്ത് എടുത്തിട്ട് പോകണം. ഇനി എനിക്ക് പൈസകൾ വേണ്ട. എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ എൻ്റെ കുഞ്ഞിൻ്റെ അമ്മയായതിൻ്റെ പ്രതിഫലമായി തന്ന 20 ലക്ഷം രൂപയും മറ്റു തുകയും ഞാൻ തിരിച്ചു തരും, അത് ഉറപ്പാണെന്ന് പറയുമ്പോൾ ചന്ദ്രമോഹൻ പറയുന്നുണ്ട്, അങ്ങനെയൊന്നും പറയരുത് മീനാക്ഷി, നിനക്കാണ് എത്ര പൈസ തന്നാലും മതിയാവാത്തത്, അല്ലാതെ നീ ഞങ്ങൾക്കല്ല എന്ന് പറയുമ്പോൾ, അല്ല സാറേ, ഞാൻ അവളുടെ അമ്മയായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. ഈ സമയം ചന്ദ്രമോഹനാണെങ്കിൽ ആകെ തകർന്നിരിക്കുകയാണ്. എന്നിട്ട് ചന്ദ്രമോഹൻ തുളസീധരനോട് ചോദിക്കുന്നുണ്ട്, ഏട്ടാ പറയ്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് അവളെല്ലാം പറഞ്ഞല്ലോ, നീ എന്ത് ചെയ്യാനാ? അങ്ങനെ തുളസി പറയുകയാണ്, എല്ലാം കൊണ്ടും ഞാനാണ് ഇവിടെ ചതിക്കപ്പെട്ടിരിക്കുന്നത് മീനാക്ഷി, അവൾ ദുർവാശിയാണ് ഇപ്പോൾ കാണിച്ചിട്ട് പോയതെന്നൊക്കെ പറയുമ്പോൾ, ഏട്ടാ അത് ദുർവാശിയല്ല, അവളുടെ അന്തസ്സാണ്, ഒരു അമ്മയിലേക്കാണ് അവൾ എത്തിക്കൊണ്ടിരിക്കുന്നത്, അല്ലാതെ ഏട്ടൻ പറയുന്നത് പോലെ അവളൊരു ദുർവാശിക്കാരിയല്ല എന്ന് പറയുന്നു. ചേട്ടന് ശരിക്കും ആ മോളെക്കുറിച്ച് ആലോചിച്ച് അഭിമാനിക്കാമെന്നൊക്കെ പറയുമ്പോൾ, അന്തസ്സിനെക്കുറിച്ചും അഭിമാനത്തെക്കുറിച്ചും താൻ ഒരുപാട് സംസാരിക്കരുത്, ഒരു ഭാഗത്തെ അഭിമാനമാണെങ്കിലേ മറ്റൊരു ഭാഗത്തെ അപമാനമാണ് കൂടെയുള്ളത്. തനിക്കറിയാമോ എനിക്ക് എത്ര ബന്ധുക്കളാണെന്നറിയോ ഉണ്ടായിരുന്നത്? ഇപ്പോൾ ഒരു മനുഷ്യനായിട്ട് കോണ്ടാക്റ്റ് ഇല്ല, മരിച്ചോ എന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫംഗ്ഷനോ മറ്റു പങ്കെടുക്കാനായിട്ട് കഴിയുന്നില്ല, അത്രയ്ക്കും മോശം സാഹചര്യത്തിലൂടെയാണ് ഞാൻ ജീവിച്ചു പോകുന്നത്, നിനക്കൊന്നും അത് പറഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് തുളസിയാണെങ്കിൽ അകത്തേക്ക് കയറി പോകുന്നു. അങ്ങനെ ചന്ദ്രമോഹനാണെങ്കിൽ ആകെ വല്ലാതെയാവുകയാണ്. എന്നിട്ട് അയാൾ അവിടെ നിന്നും പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ സുഗുണനും ആശാനും ചായക്കടയിൽ തന്നെ ചന്ദ്രമോഹൻ്റെ കാറും വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട്. കാറ് കാണുമ്പോൾ തന്നെ സുഗുണനാണെങ്കിൽ ചാടി കയറി റോഡിലേക്ക് ഇറങ്ങുകയാണ്. എന്നിട്ട് ചന്ദ്രമോഹൻ കാറ് നിർത്തുമ്പോൾ കാറിനകത്തേക്കൊക്കെ നോക്കുന്നു, കുഞ്ഞും അമ്മയും ഉണ്ടോ എന്ന്. സാറ് പോവുകയാണെന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ പോവുകയാണ്, ചായ കുടിക്കുന്നില്ലേ? ഇല്ല, ഞാൻ പോയിട്ട് വരാം, പിന്നെ കാണാമെന്ന് പറഞ്ഞ് ചന്ദ്രമോഹനാണെങ്കിൽ അവരോട് യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. സുഗുണൻ തിരിച്ചു വരികയാണ്. അവനാണെങ്കിൽ, ഇതെന്താ കുഞ്ഞും അമ്മയൊന്നും കാണുന്നില്ലല്ലോ, അത് പിന്നെ എന്തെങ്കിലും വാക്കുതർക്കം ഉണ്ടായി കാണുമെന്ന് ആശാൻ പറയുന്നു. കാശിൻ്റെ കാര്യത്തിൽ തന്നെ ആയിരിക്കും വാക്കുതർക്കം ഉണ്ടായി കാണുക, അല്ലാതെ അവരെന്തായാലും ഈ ഏർപ്പാടിന് ഇറങ്ങില്ലല്ലോ, അച്ഛനും മോളും കാശിന് വേണ്ടി തന്നെയല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നിങ്ങനെ ചായക്കടക്കാരൻ പറയുന്നു. പിന്നെ തുളസീധരൻ ചേട്ടനല്ലേ മിടുക്കനാ, സാമർത്ഥ്യക്കാരനാണ്, കാശിൻ്റെ കാര്യത്തിൽ നല്ല കണക്കാണ് അയാൾക്കെന്നൊക്കെ പറയുന്നു. അപ്പോൾ അതിൻ്റെ പേരിൽ എന്തെങ്കിലും അടിപിടി ഉണ്ടായി കാണും. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ടെന്ന് അങ്ങനെ ആശാൻ പറയുകയാണ്, ഈ പോയ ആൾ തന്നെ ആയിരിക്കുമോ ഇനി ആ മീനാക്ഷിയെ കൊണ്ട് പ്രസവിപ്പിച്ചത് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അവരാണെങ്കിൽ അതിനെക്കുറിച്ച് ചർച്ച ചെയ്ത് നിൽക്കുകയാണ്. ഈ സമയം സുഗുണം പറയുന്നുണ്ട്, എന്തെങ്കിലും ആയിക്കോട്ടെ, ഇനിയിപ്പോൾ അവൾ ചതിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലേ അവൾക്ക് ജീവിതം കൊടുക്കാൻ ഞാനുണ്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ, സുഗുണ ഉള്ള ഗുണം കൂടി കളയല്ലേ എന്ന് പറഞ്ഞ് അവനെ കളിയാക്കുകയാണ് എല്ലാവരും ചേർന്നിട്ട്. സുഗുണനാണെങ്കിൽ ഒരു ചായ കൂടി തരുമോ എന്ന് ചോദിച്ചാൽ അവിടെ തന്നെ ഇരിക്കുന്നു. എന്തായാലും ഈ ഒരു ചർച്ച നീട്ടിക്കൊണ്ട് പോവുകയാണ്. പിന്നീട് മീനാക്ഷിയാണെങ്കിൽ കുഞ്ഞിനടുത്ത് നിൽക്കുമ്പോഴാണ് പ്രസന്ന ഫോണുമായിട്ട് ഓടി വരുന്നത്. ഇതേ മോളെ, ഇത് ബെല്ലടിച്ചുകൊണ്ടിരിക്കുന്നു, മഞ്ജു ആണമ്മേ, എങ്കിൽ വേഗം എടുക്കുമെന്ന് പറഞ്ഞ് പ്രസന്നയാണെങ്കിൽ ഫോൺ കൈ കൊടുത്തോണ്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോഴേക്കും മൊബൈൽ കട്ടായി പോവുകയാണ്. മീനാക്ഷി ആണെങ്കിൽ തിരിച്ചു വിളിക്കുന്നുണ്ട്. എന്താടി? ഒന്നുമില്ല ചേച്ചി, ഞാൻ വെറുതെ വിളിച്ചതാ, ചന്ദ്രമോഹൻ സാർ വന്നിട്ട് എന്താവാൻ, കുഞ്ഞിനെ അനാഥാലയത്തിലാക്കാനാണ് അവരുടെ പ്ലാനിങ്. അതെന്താ മേനോൻ സാറിന് സുഖമായില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തീരുമാനിക്കാനുള്ള പ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല അത്രേ, അതുകൊണ്ട് അയാൾ അതിനൊരു പേര് പറഞ്ഞു, ചിൽഡ്രൻസ് ഹോം, എൻ്റെ കുഞ്ഞിനെ ആയകൾ നോക്കും, അതിന് ഞാൻ വിട്ടുകൊടുക്കുന്നത് എനിക്ക് തോന്നുന്നുണ്ടോടി? അതെന്തായാലും നന്നായി ചേച്ചി വിട്ടുകൊടുക്കരുത്. പക്ഷേ ഞാൻ ആലോചിക്കുന്നത് ചേച്ചിയുടെ ജീവിതത്തെക്കുറിച്ചാണ്. എനിക്ക് എന്ത് ജീവിതം? എന്നാലും ചേച്ചി കല്ലുമളെ മാത്രം നോക്കിയിരുന്നാൽ മതിയോ? ചേച്ചിക്കൊരു വിവാഹ ജീവിതമൊക്കെ വേണ്ടേ? അതൊക്കെ നടക്കുന്നത് പോലെ വിധി പോലെ വരുമടി എന്നൊക്കെ മീനാക്ഷി പറയുന്നു. ഇപ്പം ഞാൻ ഒന്നിനെക്കുറിച്ചും ചിന്തിക്കുന്നില്ല, എൻ്റെ മോളെക്കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ, അവളാണ് ഇപ്പം എൻ്റെ ലോകം, ആരെന്ത് പറഞ്ഞാലും എനിക്ക് അവളാണ് വലുതെന്നൊക്കെ പറയുമ്പോൾ, കല്ലുമോൾ അവളെ പിരിഞ്ഞിരിക്കുമ്പോഴാണ് എനിക്ക് അവളെക്കുറിച്ചുള്ള അല്ലെങ്കിൽ അവളെ ഓർത്ത് സങ്കടം തോന്നുന്നത്. ആളെവിടെ? ഉറങ്ങി? ഉറക്കത്തിലാണ്. ഉറങ്ങിയില്ലെങ്കിൽ ഉമ്മ കൊടുക്കാമായിരുന്നു. അതൊക്കെ പോട്ടെ, പിന്നീട് വിളിച്ചോളാം. പിന്നെ അച്ഛൻ എന്ത് പറഞ്ഞെന്ന് ചോദിക്കുന്നു. അച്ഛനെ എങ്ങനെയെങ്കിലും ഇവളെ ഒഴിവാക്കാനല്ലേ നോക്കുകയുള്ളൂ, പക്ഷേ ഞാൻ നന്നായി തന്നെ വഴക്കിട്ടു എന്നൊക്കെ മീനാക്ഷി പറയുകയാണ്. ചേച്ചി ഇനി ഒന്നിനും അധികം പോകണ്ട എന്ന് പറഞ്ഞ് മഞ്ജു മീനാക്ഷി ഉപദേശിക്കുകയാണ്. എന്നിട്ട് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. പിന്നീട് തുളസീധരനും അയാളുടെ കൂടെയുള്ള ആളും സ്ഥലക്കച്ചവടമൊക്കെ കഴിഞ്ഞ് ബ്രോക്കർ ഫീസ് വാങ്ങുകയാണ്. എന്നിട്ട് തുളസീധരൻ്റെ കൂടെ തന്നെ ആ സുഹൃത്ത് വരുന്നുണ്ട്. അയാളാണെങ്കിൽ അയാളുടെ കമ്മീഷൻ ചോദിക്കുകയാണ്. തുളസീധരൻ എടുത്തു കൊടുക്കുന്നു. അങ്ങനെ നമുക്ക് 2 അടിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. തുളസീധരനും സുഹൃത്തും ഒരു മലയോരത്ത് പോയിട്ട്
മദ്യം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ആ കൂട്ടുകാരൻ പറയുന്നുണ്ട്, തുളസിയേട്ടാ മോളെക്കുറിച്ച് ഞാൻ പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, അവളെ ഇങ്ങനെ വിട്ടാൽ മതിയോ, ഒരു കല്യാണമൊക്കെ വേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മീനാക്ഷിയെക്കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം പോലും ഇല്ലടാ. അവൾ കാരണം കൊണ്ടല്ലേ ഞാനും എൻ്റെ കുടുംബവും ഇങ്ങനെ ജീവിച്ചു പോകുന്നത്. അവളുടെ കുഞ്ഞും അവളും കാരണം കൊണ്ട് അവൾ ചെയ്ത ത്യാഗം. എന്നാലും തുളസിയേട്ടാ അവൾക്കൊരു വിവാഹ ജീവിതം വേണം, അതിനെക്കുറിച്ച് വളരെ സീരിയസ് ആയി ചിന്തിക്കേണ്ട സമയമെടുത്തു. ഇപ്പോൾ ചെറുപ്രായമാണ്, അപ്പോൾ പെട്ടെന്ന് തന്നെ അതൊക്കെ നടക്കും. എന്നാലും അവൾക്ക് പറ്റിയ പയ്യനെ കണ്ടുപിടിക്കേണ്ടടാ. ഒരു കുഞ്ഞ് ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ ആര് വരാനാ? അതൊക്കെ ചേട്ടൻ ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട, അതൊക്കെ നടക്കും ചേട്ടൻ. തൻ്റെ കെയർ ഓഫിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടായിരുന്നു 2-3 പയ്യന്മാർ. ഇപ്പോൾ അവരൊക്കെ വേറെ കല്യാണം കഴിച്ചെന്ന് തോന്നുന്നു. ഞാൻ എന്തായാലും അന്വേഷിക്കാം, നമുക്ക് എത്രയും പെട്ടെന്ന് അതൊക്കെ ഒന്ന് നടത്തിയെടുക്കാമെന്നേ. അങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ തുളസീധരനും സമാധാനമാവുകയാണ്. പിന്നീട് തുളസിയാണെങ്കിൽ പതിവ് പോലെ ബ്രോക്കർ പണിക്ക് ഇറങ്ങാൻ നിൽക്കുകയാണ്. അപ്പോഴേക്കും നമ്മുടെ കല്ലുമോൾക്ക് 9 മാസം പ്രായമായി. അവളാണെങ്കിൽ തറയിൽ മൂത്രമൊഴിച്ച് വെച്ചിരിക്കുന്നു. ഈ സമയം തുളസി അത് കാണുന്നുണ്ട്. ഓ നാശം, ഇവിടെ എല്ലാവിടെയും മൂത്രമൊഴിച്ച് വെച്ചിരിക്കുക, മൂത്രം നാറിയിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് തുളസിയാണെങ്കിൽ ശപിക്കുന്നു. ഈ സമയം അവിടെ മീനാക്ഷി വരുന്നുണ്ട്. അച്ഛാ എന്താ, എന്തിനിങ്ങനെ കൊച്ചിനെ വഴക്ക് പറയുന്നത്? എന്താന്നോ, ഈ വീട് മൊത്തം മൂത്രനാറ്റാണ്, ദേ ഇതിനടുത്ത് അവിടെ എങ്ങാനും കൊണ്ട് വെക്കും. എന്താ അച്ഛാ, എൻ്റെ മോളൊന്ന് മൂത്രമൊഴിച്ചെന്ന് പറഞ്ഞ് ഇത്ര പ്രശ്നമാക്കേണ്ട കാര്യം കേട്ടോ. അതെ, കൊച്ചുങ്ങളായാലേ കുറച്ചൊക്കെ വൃത്തി മെനയൊക്കെ വേണം. ഇതിന് 9 മാസം പ്രായമായില്ലേ, എന്നിട്ടും ബുദ്ധിയും പോലില്ലാതെ കണ്ണിടത്തൊക്കെ മൂത്രമൊഴിച്ച് വയ്ക്കാം. ഓ പിന്നെ അച്ഛനെക്കുറിച്ച് ഇതിനേക്കാൾ വലിയ കഥകളാണ് അച്ഛമ്മ പറഞ്ഞു തന്നിരിക്കുന്നത്. അതെന്ത് കഥ? അച്ഛന് ഓർമ്മയില്ലേ? ആ എനിക്കൊക്കെ ഓർമ്മയുണ്ട്. ഞാനേ 1 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒക്കെ നല്ല കുട്ടിയായിരുന്നു. ഓ പിന്നെ 1 വയസ്സ് പ്രായമുള്ളപ്പോൾ അച്ഛനിങ്ങനെ ഓർമ്മ വന്നിങ്ങനെ ഉദിച്ച് നിൽക്കുകയാണല്ലോ. ദേ കഴിക്കാൻ വെച്ച ചോറ് പ്ലേറ്റിലേക്കാണ് അച്ഛൻ മൂത്രമൊഴിച്ച് വിട്ടതെന്നാണ് അച്ഛമ്മ പറഞ്ഞത്. അതിനെക്കുറിച്ചൊന്നും എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കേണ്ട. അങ്ങനെ നോക്കുമ്പോൾ എൻ്റെ കല്ലുമോൾ എത്രയോ ബെറ്ററാണെന്ന് പറയുന്നു. ദേ നീ എന്നെക്കൊണ്ട് ഒന്നും പറയിപ്പിക്കരുത്, ഇനിയും കഥകളുണ്ട്. അച്ഛനെ കേൾക്കണോ? വേണ്ട, ഞാൻ എൻ്റെ മോളോട് പറഞ്ഞോളാം എന്ന് പറഞ്ഞിട്ട് കല്ലുമോളോട്, ദേ നോക്ക്, ഈ നിൽക്കുന്ന പുള്ളിക്കാരനെയും അപ്പിയിട്ടതിന് ശേഷം കൈകൊണ്ടത് വാരി കളിക്കുമായിരുന്നു. ഇതൊക്കെ കേട്ട് തുളസിക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. ഞാൻ പോകുന്നു എന്ന് പറഞ്ഞ് അയാളാണെങ്കിൽ മൂത്രത്തെ താണ്ടി കിടന്നു പോവുകയാണ് ചെയ്തത്. എന്തായാലും മീനാക്ഷിക്കാണെങ്കിൽ തുളസീധരൻ നിന്ന് പരിങ്ങുന്നത് കാണുമ്പോൾ ചിരിയാണ് വരുന്നത്. അവൾ കുഞ്ഞിനെയും കൊഞ്ചിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു. പിന്നീട് മീനാക്ഷിയുടെ കല്യാണക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞ ആ ഒരു ബ്രോക്കർ സുഹൃത്ത് ഒരു മേഡത്തിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കോളിംഗ് ബെൽ അടിക്കുമ്പോൾ വേലക്കാരിയാണ് വാതിൽ തുറക്കുന്നത്. മേഡം ഇല്ലെന്ന് ചോദിക്കുമ്പോൾ ഉണ്ടെന്ന് പറയുന്നു. അങ്ങനെ ആ മേഡം വരികയാണ്. അവരുടെ ഇളയ മകന് വേണ്ടിയിട്ടാണ് പെണ്ണാലോചിക്കാനായിട്ട് ആ സുഹൃത്ത് എത്തിയിരിക്കുന്നത്. എന്താടോ ഇപ്രാവശ്യം എന്തെങ്കിലും കോളുണ്ടോ? ഉണ്ട് മേഡം, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. എങ്ങനെയാ കുട്ടി, എങ്ങനെയാ, കൊള്ളാമോ? കൊള്ളാം, നല്ല സുന്ദരിയായ കുട്ടി, അത്യാവശ്യത്തിന് പഠിപ്പും വിദ്യാഭ്യാസവും വിവരം ഒക്കെ തന്നെയുണ്ട്, തറവാടിത്തവുമുണ്ട്. പക്ഷേ ഒരു കുഴപ്പമുണ്ട് മേഡം. എന്ത് കുഴപ്പം? അത് ഒരു കുഞ്ഞുണ്ട്, പ്രസവിക്കാതെ അല്ല കല്യാണം കഴിക്കാതെ ഒരു കുഞ്ഞുണ്ടായി. ഈ സർവ്വഗേറ്റ് മദർ എന്നൊക്കെ പറയില്ലേ, ഗർഭപാത്രം വാടകയ്ക്ക് കൊടുക്കൽ, അതൊക്കെ വിദേശത്താണല്ലോ. ഇവിടെയും ഇങ്ങനെയൊക്കെ തുടങ്ങിയോ? ആ എങ്കിലേ ആ കുട്ടി അങ്ങനെ ഒരു ചതിയിൽപ്പെട്ടു. പക്ഷെ അവർ കുഞ്ഞിനെ ഏറ്റെടുത്തില്ല. അവസാനം ആ കൊച്ച് ആ കുട്ടിയുടെ തലയിലായി. എന്ത് കുട്ടിയാ? പെൺകുട്ടിയാണെന്ന് പറയുന്നു. അറിയാമല്ലോ ഇവിടുത്തെ എൻ്റെ ഇളയ മകൻ്റെ കാര്യം. പെട്ടെന്ന് അവൻ്റെ പെണ്ണ് അവന് വേണ്ടെന്ന് വെച്ച് പോയതാണ്, അതും വിദേശത്തിരിക്കുമ്പോൾ. അതുകൊണ്ട് ഇനി അങ്ങനെയൊന്നും ആവരുത്. ഞങ്ങൾക്ക് പെൺകൊച്ചിനെ ഒന്ന് കാണണം, എന്നിട്ട് തീരുമാനിക്കാം. എൻ്റെ ചെറുക്കൻ്റെ കൂടെ കൊണ്ടു നടക്കാൻ പറ്റുന്ന പെൺകൊച്ചായിരിക്കണം. പിന്നെ ദോഷ സ്വഭാവങ്ങളൊന്നും ഉണ്ടാവരുതെന്ന് പറയുമ്പോൾ 100-ൽ 100ഉം ആ കുട്ടിക്ക് ഒരു കുഴപ്പമില്ലെന്ന് ബ്രോക്കർ പറയുകയാണ്. അങ്ങനെ ബ്രോക്കർ ഇറങ്ങാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് താനും നിന്നേ എന്ന് പറഞ്ഞ് ആ മേഡം ആണെങ്കിൽ ഒരു 10,000-2000 രൂപ കയ്യിൽ വെച്ച് കൊടുക്കുന്നു. അയാളാണെങ്കിൽ അത് കിട്ടിയിട്ട് വേഗം തന്നെ അവിടെ നിന്നും പോവുകയാണ്. എന്തായാലും മീനാക്ഷിയുടെ ജീവിതത്തിലേക്ക് പുതിയ ആരോ കടന്നു വരാൻ പോകുന്നു. അപ്പോൾ കാത്തിരിക്കും നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡിനായിട്ട്.